ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ മമ്മൂക്കയുടെ കൂടെ. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ പുള്ളി വിളിക്കും, ഇവിടെ ആ, കയറ എന്ന് പറയും. ആ. അങ്ങനെ ട്രാവൽ ചെയ്ത് പിന്നെ പൊള്ളാച്ചിയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് പിന്നെ പിന്നെ പറഞ്ഞിട്ട് ആ, കാര്യമില്ല. ആ, ആ. അല്ല ഞാനല്ല ചോദിക്കുന്നത്. പുള്ളി ഡ്രൈവ് ചെയ്യുകയും ഇപ്പുറത്തിരിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുക. പിന്നെ എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. അല്ല ഈ റോങ് സൈഡ് വരുന്നവർ അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അത് പുള്ളി പാലിക്കാത്തവരൊക്കെ അവരെ ചീത്ത കുറ്റം വിളിക്കും. പറയുള്ളൂ. പുള്ളിയുടെ കുറ്റമാണെങ്കിലും പുള്ളി അവരെ കുറ്റം പറയുള്ളൂ. അവൻ വന്നത് ശരിയല്ലെന്നുള്ളൂ. പുള്ളി അവനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടായിരിക്കും പോണത്, പക്ഷെ അവനെ എന്തെങ്കിലും നല്ല പറഞ്ഞുകൊണ്ടിരിക്കും. ചീത്തയും പറയൂലേ റോങ് സൈഡൊക്കെ വരുന്ന ആളുകളെ അങ്ങനെ. അല്ല, റോങ് സൈഡ് പുള്ളിയായിരിക്കും വന്നത് കൂടുതൽ. എന്നിട്ട് പുള്ളി അവരെ കുറ്റം പറയും. ശരിക്കും അത്രയും സ്പീഡിൽ തന്നെയാണോ ഓടിക്കുന്നത്? ഭയങ്കര ഫാസ്റ്റ്, ആ. നല്ല ഫാസ്റ്റ്, പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആണ്. ഉം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡിലൊക്കെ പുള്ളി പോയി കളയും ചില സമയത്ത്. മറ്റേ 100, 140 അങ്ങനെയാണോ? എല്ലാം പോവും. സ്കില്ല്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഗണേഷ് നല്ല സ്കില്ലുള്ള ഡ്രൈവറാണ്. അദ്ദേഹം രാജക്കന്മാരുടെ ടൈമിൽ അത് 87 ഒക്കെ ആയിരിക്കും. ആ. അന്ന് എനിക്ക് തോന്നുന്നു ബെൻസ് കാർ ലൊക്കേഷനിൽ കൊണ്ടുവന്നത് ഗണേഷ്. അന്ന് എല്ലാവരും ഓടിച്ചു നോക്കി. എല്ലാവരും അല്ല, മറ്റേ തമ്പി കണ്ണന്താനം അന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ ഞാൻ ബെൻസ് ഒക്കെ കാണുന്നത്. ഗണേഷ് നല്ല ഡ്രൈവ് ചെയ്യും. പരിചയക്കാരെ അടുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകൾ മന്ത്രിമാരായിട്ടൊക്കെ ഉണ്ടല്ലോ. അതൊരു സൗകര്യമാണല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് ഒരു ആശ്വാസം കണ്ടെത്താറുണ്ടോ? ഇപ്പോൾ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി, ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അങ്ങനെ എനിക്ക് ഉന്നതങ്ങളിൽ പിടിയുണ്ട്, അങ്ങനെ ആലോചിച്ച് സന്തോഷിക്കാറുണ്ട്. അങ്ങനെയല്ല, ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ഒന്നും ചോദിച്ചാൽ അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ജെനുവിനാന്ന് അല്ല, തോന്നുന്നു. പക്ഷെ ഗണേഷ് ഒന്നും അങ്ങനെ ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യൊന്നുമില്ല. അല്ല ഔട്ട് ഓഫ് ദ വേ ഔട്ട് ഓഫ് ദ വേ ആരും ചെയ്യില്ല. അതിന് അവർക്ക് അത് ഓക്കെ ആണോ, അത് ലീഗൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, ലീഗൽ ആണെങ്കിൽ അവർ അപ്പം തന്നെ അതിനുള്ള പരിപാടി ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി ഈ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരെ കൊണ്ട് കഴിയണം അവർ ചെയ്തു തരും. ഇപ്പൊ പുതിയ കാലത്തെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ഖാലിദ് റഹ്മാനാണ്, റഷീദ്, അമൽ നീരത്ത്, അങ്ങനെ ഇപ്പോഴത്തെ സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സ് ആയിട്ട് ഇനി ഒരു ബന്ധം സ്ഥാപിക്കാനും അവരായിട്ട് സിനിമകൾ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു ശ്രമം. അങ്ങനെ എനിക്ക് അത് എങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് ശ്രമിക്കണമെന്ന് പോലും എനിക്കറിയില്ല. വിളിക്കണം, അവരൊക്കെ വിളിച്ചാലേ നമ്മളൊക്കെ ലൈവാണ് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും റോള് വന്നാൽ ചിലപ്പോൾ അവർ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമായിരിക്കും. വിളിക്കാതെ ഒന്നും കിട്ടാനൊന്നും പോണില്ലല്ലോ. അങ്ങോട്ട് ഇടിച്ചു നിൽക്കണം, എന്നാലേ കിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോഴാ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് ഈ അടുത്ത് ശ്രീ മോദിജിയുടെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുടുംബം മൊത്തം പോയി വിസിറ്റ് ചെയ്തത്. അത് കണ്ടിട്ട് കൃഷ്ണകുമാറിനെ വിളിച്ചോ? വിളിച്ചു. ഞാൻ പറഞ്ഞ തലേദിവസം ഞാൻ വിളിച്ചതാണ് കൃഷ്ണകുമാറിനെ. അപ്പൊ ഒന്നും പറഞ്ഞില്ല. വിളിച്ചു പറഞ്ഞ അത് നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നാന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ ഇതേപോലെ തന്നെയാണ്, രാഷ്ട്രീയം കലക്കി കുടിച്ചു വെച്ചേക്കണ ഒരാളാ. നല്ല പൊളിറ്റിക്സ്. എന്തെങ്കിലും നമുക്ക് ഇതിനെ പറ്റി അറിയാത്തതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിച്ചുവിനെ വിളിക്കണം. കിച്ചു എന്താണ് സംഭവം, അവ പറഞ്ഞു തരും. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് നടക്കുമ്പോഴും സോഷ്യൽ വർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ആളെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ പറയണ ഒരാളാണ്. ഈ ഭരണാധികാരിയായിട്ട് വന്നാൽ ശോഭിക്കും എന്ന് തോന്നിയിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും. വട്ടിയൂർക്കാവ് സെൻട്രലൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല. ഈ അദ്ദേഹത്തിന് ഇങ്ങനെ ട്രോൾ ചെയ്യുക, അദ്ദേഹത്തെ ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ വിമർശിക്കുക, അതൊക്കെ കാണുമ്പോ പോട്ടെ ഓക്കെ അല്ലേ, അതൊക്കെ ശരിയാവും, അങ്ങനെ ഫോൺ വിളിച്ച് സമാധാനിപ്പിക്കുന്ന പരിപാടികൾ ഉണ്ടാവാറുണ്ടോ? ഈ മോശം ട്രോളുകൾ അല്ലെങ്കിൽ അതിന്റെ കമന്റ്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ളത് ആരെ പറ്റിയും ഒരു നെഗറ്റിവിറ്റി ഇഷ്ടമല്ല. എന്തിനാണ് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എന്താണെങ്കിലും നല്ലത് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലാതെ ഒരാളെ പറ്റി മോശം പറയാൻ യൂസ് ചെയ്യണത്, നമ്മളത് വായിച്ച് അവൻ എന്തിനാ എന്റർടൈൻ ചെയ്യണേ, അത് ഒഴിവാക്കിയേക്കാം. അവരുടെ മനസ്സിൽ ചിലപ്പം ഇത് തന്നെ ആയിരിക്കും ചിന്ത, ഇവരെ കുറിച്ച് ഇങ്ങനെ പറയാനും പിടിക്കാൻ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക്? വെറുതെ ഇങ്ങനെ കുറെ എന്തെങ്കിലും പറയാൻ, വെറുതെ ഒരു സോഷ്യൽ മീഡിയ ഒരു കാര്യം കണ്ട ഒരാളെ പറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല 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 ഇല്ല. അപ്പൊ പിന്നെ അത് ഒഴിവാക്കും, ഞാനത് നോക്കാറില്ല. പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കുന്നത് എപ്പോഴും? പോസിറ്റീവായിട്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദൈവവിശ്വാസമായിരിക്കും അല്ലേ, അതല്ലേ ഒരു പ്രതീക്ഷ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ അതാണ്. അതെ. ഈ ഞാൻ കുറച്ച് കൂട്ടുകാരുടെ പേരുകൾ പറയാം. ഇവരായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന ചെറിഷ് ചെയ്യുന്നൊരു മൊമെന്റ് അങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ പറയണേ. സിദ്ദിഖിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ രാജക്കന്മാരിലാണ്. ഭൂമിയിലെ രാജക്കന്മാരെയാണ് സുരേഷ് ഗോപിനെ ആണെങ്കിലൊക്കെ എനിക്കാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഗണേഷും ഭൂമിയിലെ രാജക്കന്മാരാണ്. സംഘവും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഇടയ്ക്ക് തന്നെയാണ് ന്യൂഡൽഹിയൊക്കെ ചെയ്തത്. അത് ഞാൻ സിദ്ദിഖിന്റെ കല്യാണം
എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊരു സ്കൂളിലായിരുന്നു ആ. കല്യാണം അവരുടെ നാട്ടില്. ആ. എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത് ആ സിദ്ദിഖും പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന്. പറഞ്ഞിട്ടുണ്ട് അത്. അത് സിദ്ദിഖും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ആണോ? ആ. അത് ഞാനത് കേട്ടിട്ടില്ല. ആ. ഞാനാണ് കല്യാണത്തിന് പോണത്. അത് കഴിഞ്ഞിട്ട് തമ്പി കണ്ണന്താനത്തിന്റെ വഴിയോര കാഴ്ചകൾ ആ. കൊടൈക്കനാൽ ഷൂട്ട് നടക്കണം. ആ. അപ്പൊ ഞാനും സിദ്ദിഖും കൂടെ കൊടൈക്കനാൽ പോവാ. ആ. അത് ഷൂട്ടിങ്ങിന് പോയതാണോ ഇനി സിദ്ദിഖും തമ്പി കണ്ണന്താനം ഭയങ്കര ക്ലോസ് അങ്ങനെ പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബസ്സിലാണ് ഞങ്ങൾ പോണേ. ആ. പഴനി പോയി ഇറങ്ങി ഏതൊക്കെ ബസ്സൊക്കെ പിടിച്ച് പഴനിയിൽ നിന്ന് വേണം കൊടൈക്കനാൽ പോകാൻ. പഴനി ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി അടുത്ത ബസ് കയറാൻ ഞങ്ങൾ അകത്ത് കയറാം. അപ്പൊ ഈ ഞങ്ങൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഒരുത്തൻ ബുക്ക് എടുത്തിട്ട് അകത്ത് പുറത്തുനിന്ന് എടുത്ത് ആ സീറ്റിലോട്ട് വെച്ചു. സീറ്റ് പിടിക്കാൻ. ബാക്കി എല്ലാവരും ഉണ്ട്. ആ ഒരു സീറ്റ് മാത്രമേ കാലിയുള്ളൂ. അപ്പൊ സിദ്ദിഖ് കയറി എന്നിട്ട് പറഞ്ഞിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബുക്ക് അവിടെ വെച്ചേക്കണല്ലേ. അപ്പൊ പുള്ളി ആ ബുക്ക് എടുത്തിട്ട് മുകളിൽ ആ ലഗേജ് വെക്കണ സ്ഥലത്തോട്ട് എടുത്ത് വെച്ച്. നമ്മൾ വെച്ചാൽ അയാൾ വന്നാലാ നീ ഇരിക്കണം എന്ന് പറഞ്ഞു. പുള്ളി അതിൽ കൂടെ കറങ്ങി വന്നിട്ട് എന്റെ ബുക്ക് തന്റെ ബുക്ക് ഇതേ മുകളിലിരിക്കും. തമിഴനാ. അല്ല എന്റെ സീറ്റാണ്. തന്റെ ബുക്ക് അവിടെ ഇരിക്കണം, താൻ അവിടെ ഇരുന്നോളാം. അങ്ങനത്തെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്ന ഒരാളാ. എനിക്ക് തോന്നാവ് തമിഴ്നാട്ടിൽ തമിഴന്റെ കൂടെയാണ്. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ജഗദീഷ് പുള്ളി ഈ സിനിമ കാണുന്ന ഒരു കൊമേഡിയൻ അല്ല. വളരെ ഭാര്യയാണെങ്കിലും മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്കിന്റെ ഹെഡായിരുന്നു. ഒരുപാട് റെസ്പെക്ട് കിട്ടുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ 2 ചെറിയ പിള്ളേർ, രമ്യ 2 ചെറിയ പിള്ളേരാ. രണ്ടുപേരും നല്ല വെൽ സെറ്റിൽഡ് ആണ്. ആ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവര് പോലും ഫ്രീ ആകുമ്പോൾ ഹാജാനെ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കും എന്നെ ഊണ് കഴിക്കാനൊക്കെ. അത് ഫ്രീ ആണോ, ഉച്ചയ്ക്ക് ഇവിടെ ഒന്ന് ഊണ് കഴിക്കാം. അപ്പൊ അവരുടെ കൂടെയുള്ള ആ ഭക്ഷണം, ആ 3 പേരും ഒപ്പം ഇരുന്നുള്ള ഭക്ഷണം കഴിക്കല്. അവരും ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു വൈഫിന്റെ. അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. അവർ രണ്ടുപേരും പോയി. ചെയ്തിട്ട് ഞാൻ പറയും നമുക്ക് നല്ലൊരു പെണ്ണെ കെട്ടണ്ടേ. അപ്പൊ എന്താ പറയും? പുള്ളി അതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ചിരിക്കും. ഭയങ്കര എനർജറ്റിക് അല്ലേ എപ്പോഴും, എല്ലാ സമയത്തും ചാടിച്ചാടിയേ നിൽക്കുള്ളൂ. ഈസി ആയിട്ട് വന്ന ആളൊന്നും അല്ല പുള്ളി. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളാ. ഇപ്പൊ പിന്നെയും ഭയങ്കര കത്തി നിൽക്കണല്ലോ, ഒന്നും ചിന്തിക്കാനല്ലോ. ഒരു ദിവസം പോലും വീട്ടിൽ വന്നിരിക്കാനുള്ള സമയമില്ല. ഓടുന്ന എല്ലാ പടത്തിലും ജഗദീഷ് ഏട്ടനുണ്ട്. മുകേഷ് ഏട്ടൻ ഒരു ഓർമ്മ പറയണേ. മുകേഷ് ആയിട്ട് ഈ സംഘം, ഞങ്ങൾ അന്നൊക്കെ റൂം ഷെയറിങ് അല്ലേ, ഒരു റൂമിലാണ് താമസം. കൊടൈക്കനാൽ പോകുമ്പോഴും ഞങ്ങൾ ജയ് ഭാരത് അങ്ങനെ എന്തായിരുന്നു ആ ഹോട്ടലിന്റെ പേര്. അപ്പൊ അങ്ങനെ മാസങ്ങളോളം ഒന്നിച്ച് താമസിച്ചിട്ടുള്ള ഒരടുപ്പമുണ്ട്. പിന്നെ അന്നൊക്കെയാണെന്ന് തോന്നുന്നു സരിതയായിട്ടുള്ള പ്രേമമൊക്കെ, സംഘസമയത്തിലൊക്കെ നല്ല പ്രേമം. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് എന്നെ വിളിച്ചോണ്ട് പോകും. ഞാനും സരിതയും മുകേഷ് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഞങ്ങളുടെ ഡബിങ്ങിന് പോയപ്പോൾ സരിതയുടെ വീട്ടിൽ പോയി, കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സരിതയുടെ വീട്ടിൽ പോയി സരിത നല്ല ബിരിയാണി വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റിയുള്ള കഥകൾ വെറുതെ ഉണ്ടാക്കും. ഞങ്ങള് കൊടൈക്കനാൽ പോകുമ്പോൾ മാരുതിയുടെ ഫസ്റ്റ് ജപ്പാനിൽ നിന്ന് വന്ന വണ്ടിയാണല്ലോ അന്ന് ആദ്യം ഇറങ്ങിയ ചെറിയൊരു വണ്ടിയാണ് മാരുതി. അന്നൊക്കെ ഈ അംബാസിഡറിന് ഫിയറ്റ് ഒക്കെ ഓടിച്ചിട്ട് നമ്മൾ ഈ മാരുതി കയറുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകുന്ന സ്റ്റിയറിംഗ് ആണെങ്കിലും സസ്പെൻഷനും AC ഒക്കെ ഭയങ്കര കൂളിങ്ങാ. നിങ്ങൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ക്ലച്ച് ചവിട്ടുമല്ലോ, ഞാൻ പതുക്കെ ഗിയർ എടുത്ത് ന്യൂട്രലാക്കി വിടും. പുള്ളി ഫസ്റ്റിലിട്ട് വെച്ചേക്കണായിരിക്കും. പുള്ളി അപ്പോൾ ഫസ്റ്റ് എന്നുള്ള ഓർമ്മയിൽ ക്ലച്ച് ഈ സിഗ്നൽ കഴിയുമ്പോഴത്തേക്കും പുള്ളി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി നീങ്ങണില്ല. 2-3 പ്രാവശ്യം പുള്ളിയുടെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചു. 4ാമത്തെ പ്രാവശ്യം ഞാൻ കൈ കൊണ്ട് വന്നപ്പോഴേ കൈ കയറി പിടിച്ചു. ഡാ അങ്ങനെ മുകേഷായിട്ട് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. അവിടെ കൊടൈക്കനാലിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു വ്യൂ പോയിന്റ്, അവിടെ ഈ സാധനം നോക്കാനായിട്ട് അവർ കാശ് ഇത്ര രൂപയെന്നുണ്ട്, എത്ര പൈസ 1 രൂപ അങ്ങനെ എന്താണ്ട്. പുള്ളി ഷൂട്ട് ചെയ്യണ ആ ഒരു എനിക്കാണ് ആ പാർവതിയുടെ പുറയില് ഓടണ ഒരു സീൻ, ഒരു കാക്കി ഷർട്ടും ഷോളൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ പോയിട്ട് ആ ടിക്കറ്റ് കീറുന്ന ആളുടെ അടുത്ത് പൈസ ഒന്നുമില്ല, എനിക്കിതൊന്ന് കാണണം സാർ, നമ്മ സ്റ്റുഡന്റ് സാർ, ഫ്രീ ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനത്തെ കുറെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുക. അന്ന് പിന്നെ പ്രായവും ചെറുതല്ലേ.